ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഡിസംബർ 12 കത്തോലിക്ക സഭ പരിശുദ്ധ ഗ്വാഡലൂപ്പെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. ആ രോഗത്തെയോ മറ്റേതെങ്കിലും രോഗത്തെയോ വേദനയെയോ ഭയപ്പെടരുത്. ഞാൻ ഇവിടെ ഇല്ലേ? ആരാണ് നിങ്ങളുടെ അമ്മ? നീ എൻ്റെ സംരക്ഷണത്തിലല്ലേ? ഞാൻ നിങ്ങളുടെ ആരോഗ്യമല്ലേ? നീ എൻ്റെ തൊഴുത്തിൽ സന്തോഷവാനല്ലേ? മറ്റെന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്നിലും സങ്കടപ്പെടുകയോ അസ്വസ്ഥരാകുകയോ അരുത്. 1428 1521 ഇടയിൽ ആസ്ടെക് സാമ്രാജ്യം ഇന്നത്തെ മധ്യ മെക്സിക്കോയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. ഈ സാമ്രാജ്യം ആരംഭിച്ചത് 3 നഗര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സഖ്യത്തോടെയാണ്. ടെനോക്ടിറ്റ്ലാൻ, ടെക്സാക്കോ, ത്ലാക്കോപ്പാൻ അവരുടെ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിച്ചു. 1521 സ്പാനിഷ് ജേതാവായ ഹെർനാൻ കോർട്ടസ് ആസ്ടെക്കുകൾക്കെതിരായ യുദ്ധത്തിൽ സ്പെയിൻകാരുടെയും തദ്ദേശീയരായ ത്ലാക്കസ്ക്ലാൻ ഗോത്രത്തിലെ അംഗങ്ങളുടെയും സൈന്യത്തെ നയിച്ച് അവരെ പരാജയപ്പെടുത്തി അവരുടെ തലസ്ഥാനം പിടിച്ചടക്കി. ജേതാക്കൾ പിന്നീട് ആ പ്രദേശത്ത് ന്യൂ സ്പെയിൻ സ്ഥാപിക്കുകയും മെക്സിക്കോ നഗരമായി മാറുന്ന തലസ്ഥാനം പുനർനിർമ്മിക്കുകയും ചെയ്തു. അടുത്ത 10 വർഷങ്ങളിൽ പുതിയ കുടിയേറ്റക്കാരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും നാട്ടുകാരുമായി സുവിശേഷം പങ്കുവയ്ക്കുന്നതിനുമായി ഫ്രാൻസിസ്കൻ മിഷനറി സ്പാനിഷ് കപ്പലുകളിലെത്തി. ഫ്രാൻസിസ്കന്മാരും സ്പെയിൻകാരായതിനാൽ നാട്ടുകാരിൽ പലരും ഈ പുതിയ വിശ്വാസത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. തദ്ദേശീയരോട് ആദരവോടും ദാനത്തോടും പെരുമാറണമെന്ന് കുടിയേറ്റക്കാരെ ബോധ്യപ്പെടുത്താൻ മിഷനറിമാരുടെ നിരന്തരമായ ശ്രമങ്ങൾക്കിടയിലും സ്പാനിഷ് കുടിയേറ്റക്കാരിൽ പലരും നാട്ടുകാരെ അടിച്ചമർത്തി. വെല്ലുവിളികൾക്കിടയിലും ചില നാട്ടുകാർ മതപരിവർത്തനം നടത്താനും സ്നാനം സ്വീകരിക്കാനും തുടർച്ചയായ മതബോധനങ്ങൾ തേടാനും തുടങ്ങി. ആദ്യമായി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തവരിൽ ഒരു കർഷകനും ഭാര്യയും ഉൾപ്പെടുന്നു. ഏകദേശം 1524 സ്നാനം സ്വീകരിച്ചപ്പോൾ അവർക്ക് ജുവാൻ ഡിഗോ, മരിയ ലൂസിയ എന്നീ ക്രിസ്ത്യൻ പേരുകൾ ലഭിച്ചു. 1527 സ്പെയിനിൽ നിന്നുള്ള ഫ്രാൻസിസ്കൻ ബിഷപ്പ് ജുവാൻ ഡി സുമാരക ന്യൂ സ്പെയിനിലെ ആദ്യ ബിഷപ്പായി തിരഞ്ഞെടുക്കുകയും ആ വർഷത്തിനു ശേഷം മെക്സിക്കോ സിറ്റിയിൽ എത്തുകയും ചെയ്തു. സ്പാനിഷ് കുടിയേറ്റക്കാരെ സേവിക്കുന്നതിനായി നാട്ടുകാരുമായി സുവിശേഷം പങ്കുവയ്ക്കുന്നതിനും കുടിയേറ്റക്കാരും പട്ടാളക്കാരും നാട്ടുകാരോട് ആദരവോടെ പെരുമാറുമെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം ഉടൻ തന്നെ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുവാൻ തുടങ്ങി. അവരുടെ സ്നാനത്തിനു ശേഷം ജുവാൻ ഡിഗോയും മരിയ ലൂസിയയും അവരുടെ രൂപീകരണം തുടരുമ്പോൾ അവരുടെ വിശ്വാസം ആചരിക്കാൻ തുടങ്ങി. ഏകദേശം 1529 മരിയ മരിച്ചതായി മിക്ക രേഖകളും സൂചിപ്പിക്കുന്നു. ജുവാൻ തൻ്റെ വിശ്വാസത്തിൽ വളർന്നു. കൂടാതെ ചില കുടുംബാംഗങ്ങളും മതം മാറി. 1531 ഡിസംബർ 9 ജുവാൻ ഡിഗോയുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കപ്പെട്ടു. ദൈവമാതാവ് ഉടൻ തന്നെ മിഷനറിമാരുടെ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തി. ദിവസേനയുള്ള കുർബാനയിലും മതബോധന ക്ലാസ്സിലും പങ്കെടുക്കാനായി ജുവാൻ അതിരാവിലെ അടുത്തുള്ള നഗരമായ താൽത്തലേക്കിലേക്ക് കുറച്ചു ദൂരം നടക്കുകയായിരുന്നു. അവർ ടെപ്പയാക് കുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്വർഗീയ സ്ത്രീ അവന് പ്രത്യക്ഷപ്പെട്ടു. സ്പാനിഷ് തദ്ദേശീയ പൈതൃകങ്ങളുടെ മിശ്രിതമായ ഇരുണ്ട നിറമുള്ള ചർമ്മവും നീണ്ട കറുത്ത ഒഴുകുന്ന മുടിയും ഉള്ള ഒരു മെസ്റ്റിസ സ്ത്രീയായി അവൾ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ പിന്നിൽ സൂര്യനോട് സാമ്യമുള്ള കിരണങ്ങളുടെ ഒരു ഓവൽ ഉണ്ടായിരുന്നു. സ്വർണ്ണ നക്ഷത്രങ്ങളും സ്വർണ്ണ അഗ്രവും കൊണ്ട് അലങ്കരിച്ച നീലപ്പച്ച ആവരണത്തോടു കൂടിയ റോസ് നിറത്തിലുള്ള വസ്ത്രം അവൾ ധരിച്ചിരുന്നു. അവളുടെ നീണ്ടു നിൽക്കുന്ന ഗർഭപാത്രത്തിൽ സമൃദ്ധമായ പുതിയ ജീവിതത്തെ ചിത്രീകരിക്കുന്ന 4 ഇതളുകളുള്ള പുഷ്പരൂപകൽപ്പനയുള്ള ഒരു വില്ലുണ്ടായിരുന്നു. അവൾ ഗർഭപാത്രത്തിനു മുകളിൽ ഒരു കറുത്ത തൂവാല ധരിച്ചിരുന്നു. ഇത് ഗർഭധാരണത്തിൻ്റെ ആസ്ടെക് സൂചനയായിരുന്നു. ഒരു മാലാഖയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചന്ദ്രകലയിൽ
അവൾ നിൽക്കുകയായിരുന്നു. അവളുടെ പൊതുവായ രൂപം വലിയ വിശുദ്ധി, സമാധാനം, സൗമ്യത, ഉയർന്ന കുലീനത എന്നിവയായിരുന്നു. അവൾ പ്രത്യക്ഷപ്പെട്ടയുടൻ അവൾ ജുവാനോട് അവൻ്റെ മാതൃഭാഷയായ നഹുവാട്ടിൽ സംസാരിച്ചു. ജുവാൻ ഡ്വിഗിറ്റോ അഥവാ എൻ്റെ ചെറിയ ജുവാൻ, എൻ്റെ പ്രിയപ്പെട്ട ജുവാൻ ഡിഗോ എന്ന് സ്നേഹപൂർവ്വം വിശേഷിപ്പിച്ച് നിത്യകന്യകയാണെന്ന് സ്നേഹപൂർവ്വം സ്വയം പരിചയപ്പെടുത്തി. മറിയം ദൈവമാതാവ്. തൻ്റെ ബഹുമാനാർത്ഥം ആ സ്ഥലത്ത് തന്നെ ഒരു പള്ളി പണിയണമെന്ന് അവൾ ജുവാനോട് പറഞ്ഞു. തൻ്റെ അഭ്യർത്ഥന ബിഷപ്പ് സുമാരകയെ അറിയിക്കാൻ നിർദ്ദേശിച്ചു. അന്ന് തന്നെ ജുവാൻ അങ്ങനെ ചെയ്തു. എന്നാൽ ബിഷപ്പിന് തൻ്റെ അഭ്യർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാൻ സമയം ആവശ്യമായിരുന്നു. അതേ വഴിയിലൂടെ വീട്ടിലേക്ക് മടങ്ങിയ ജുവാൻ വീണ്ടും അതേ സ്ഥലത്ത് വെച്ച് ദൈവമാതാവിനെ കണ്ടുമുട്ടി. ബിഷപ്പ് അവളുടെ അഭ്യർത്ഥന അംഗീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം ഖേദപൂർവ്വം അവളെ അറിയിക്കുകയും ബിഷപ്പ് കൂടുതൽ എളുപ്പത്തിൽ സമ്മതിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരാളെ ചുമതലയിലേക്ക് തിരഞ്ഞെടുക്കാൻ വിനയപൂർവ്വം അവളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. പുഞ്ചിരിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം താൻ തിരഞ്ഞെടുത്ത ആളാണെന്നും ബിഷപ്പിനോടുള്ള അവളുടെ അപേക്ഷ പുതുക്കാൻ മടങ്ങി വരണമെന്നും ജുവാനെ അറിയിച്ചു. അടുത്ത ദിവസം ഡിസംബർ 10 ദൈവമാതാവ് ആവശ്യപ്പെട്ടതുപോലെ ജുവാൻ ചെയ്തു. അദ്ദേഹം ബിഷപ്പിൻ്റെ വസതിയിലേക്ക് മടങ്ങി. കന്യകാമറിയം രണ്ടാമതും പ്രത്യക്ഷപ്പെട്ടതായി അറിയിച്ചു. അവളുടെ അപേക്ഷ പുതുക്കി. ഈ സമയം ബിഷപ്പ് കൂടുതൽ തുറന്നതായി കാണപ്പെട്ടു. ദൈവമാതാവ് തനിക്ക് മൂന്നാമതും പ്രത്യക്ഷപ്പെട്ടാൽ അവളോട് ഒരു അടയാളം ചോദിക്കണമെന്ന് ജുവാനോട് പറഞ്ഞു. അതിനാൽ അഭ്യർത്ഥന അവളിൽ നിന്നാണ് വന്നതെന്ന് ബിഷപ്പിന് ഉറപ്പിക്കാം. തൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കന്യകാമറിയം മൂന്നാമതും അതേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. ബിഷപ്പിൻ്റെ അഭ്യർത്ഥന ജുവാൻ അവളെ അറിയിച്ചു. ആ അഭ്യർത്ഥന നിറവേറ്റുവാൻ ദൈവമാതാവ് സമ്മതിക്കുകയും അടുത്ത ദിവസം അവരുടെ മീറ്റിംഗ് സ്ഥലത്ത് അവളുടെ അടുത്തേക്ക് മടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ജുവാൻ്റെ അമ്മാവൻ ജുവാൻ ബെർണാഡിനോ പെട്ടെന്നുള്ള കഠിനമായ അസുഖത്താൽ വന്നു. അതിനാൽ ജുവാൻ ദിവസം മുഴുവൻ അവനോടൊപ്പം തുടർന്നു. അവൻ്റെ സ്വർഗീയ അമ്മയെ കാണാൻ പോകാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം അതിരാവിലെ ജുവാൻ ബെർണാഡിനോയുടെ അവസ്ഥ വഷളായി. അതിനാൽ തന്നെ അഭിഷേകം ചെയ്യാൻ ഒരു പുരോഹിതനോട് ആവശ്യപ്പെടാൻ ജുവാൻ ഡിഗോ നഗരത്തിലേക്ക് പുറപ്പെട്ടു. അവൻ തിരക്കായതിനാലും ദൈവമാതാവ് വൈകുമെന്ന് ഭയന്നതിനാലും ജുവാൻ നഗരത്തിലേക്ക് ഒരു ബദൽ മാർഗം സ്വീകരിച്ചു. പക്ഷേ ആ വഴിയിൽ ദൈവമാതാവ് അവന് പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ അമ്മാവൻ്റെ അസുഖത്തെക്കുറിച്ച് ജുവാൻ അവളെ അറിയിച്ചപ്പോൾ ദൈവമാതാവ് സ്നേഹത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ലേ? ഞാൻ നിങ്ങളുടെ അമ്മയാണ്. താൻ ഇതിനകം അവൻ്റെ അമ്മാവൻ്റെ സുഖപ്പെടുത്തിയെന്ന് അവൾ ജുവാനെ ഉറപ്പു നൽകി. ജുവാൻ തൻ്റെ അമ്മാവൻ്റെ വീട്ടിലെത്തിയപ്പോൾ സ്ഥിരീകരിച്ചു. ജുവാൻ അവനെ സുഖപ്പെടുത്തിയ ദൈവമാതാവിൻ്റെ ഒരു പ്രത്യക്ഷത അവനും അനുഭവിച്ചതായി അറിഞ്ഞു. അതിനിടയിൽ വർഷത്തിൽ ആ സമയത്ത് പൂക്കാത്ത റോസപ്പൂക്കൾ കണ്ടെത്തുന്ന ഒരു കുന്നിൽ കയറാൻ ദൈവമാതാവ് ജുവാനോട് ആവശ്യപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തു. അവരെ തിരഞ്ഞെടുത്ത് അവളുടെ അടുത്തേക്ക് മടങ്ങി. അവൾ അവൻ്റെ മേലങ്കിയിൽ റോസാപ്പൂക്കൾ പുനഃക്രമീകരിച്ചു. ബിഷപ്പിൻ്റെ അടുക്കൽ പോയി അവൻ്റെ തെളിവായി റോസാപ്പൂ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ജുവാൻ ബിഷപ്പിൻ്റെ വസതിയിലേക്ക് പുറപ്പെട്ടു. എത്തിയതിനു ശേഷവും ജുവാൻ ഏറെ നേരം കാത്തുനിന്നു. ഒടുവിൽ അദ്ദേഹത്തെ പ്രഖ്യാപിച്ച് ബിഷപ്പിൻ്റെ വസതിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ടിൽമ തുറന്ന് റോസാപ്പൂക്കൾ നിലത്ത് ഒഴിച്ചു. ബിഷപ്പിനോട് അവ താൻ ആവശ്യപ്പെട്ട അടയാളമാണെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ ദൈവമാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ ജുവാൻ്റെ ടിൽമയിൽ അവളുടെ ചിത്രം മുദ്ര കുത്തി. ബിഷപ്പ് മുട്ടുകുത്തി അവളെ വണങ്ങി. ദൈവമാതാവിൻ്റെ ആഗ്രഹത്തിന് അനുസൃതമായി ഒരു ചാപ്പൽ പണിയുന്നതുവരെ ബിഷപ്പ് ജുവാനിൻ്റെ ടിൽമ തൻ്റെ ചാപ്പലിൽ സൂക്ഷിച്ചു. 1531 ഡിസംബർ 26 പുതിയ ടെപ്പയാക് ഹിൽ ചാപ്പലിലേക്ക് ബിഷപ്പ് സുമാരക വിപുലമായ ഒരു ഘോഷയാത്ര നയിച്ചു. അവിടെ അദ്ദേഹം 1531 ഡിസംബർ 26 ടിൽമ പ്രതിഷ്ഠിച്ചു. ഈ അനുഭവം ജുവാൻ വളരെയധികം രൂപാന്തരപ്പെട്ടു. സമീപത്ത് ഒരു കുടിൽ പണിയാനും സന്യാസിയായി ജീവിക്കാനും അദ്ദേഹം ബിഷപ്പിനോട് വിജയകരമായി അനുമതി അഭ്യർത്ഥിച്ചു.
ചിത്രത്തിൻ്റെ സംരക്ഷകനായി. അന്നു മുതൽ ജുവാൻ്റെ പ്രാർത്ഥന ജീവിതം ആഴത്തിൽ വളരുകയും അവൻ്റെ സദ്ഗുണങ്ങൾ തുടർച്ചയായി കൂടുതൽ പ്രകടമാകുകയും ചെയ്തു. എല്ലാ ഗോത്രങ്ങളിലെയും ആസ്ടെക് ജനതകൾക്കിടയിൽ ഈ കഥ അതിവേഗം പ്രചരിച്ചു. പലരും വിശുദ്ധ പ്രതിമയെ വണങ്ങാൻ വന്നു. അതേസമയം ജുവാൻ ഡിഗോ ആതിഥ്യമരുളുകയും നിരവധി മതപരിവർത്തനങ്ങൾക്ക് പ്രചോദനമായ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയും ചെയ്തു. പല കാരണങ്ങളാൽ ടിൽമ തന്നെ അത്ഭുതകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചിത്രം പതിഞ്ഞിരിക്കുന്ന തുണി കളിച്ചെടിയിൽ നിന്ന് നിർമ്മിച്ചതാണ്. സാധാരണയായി ഏകദേശം 15 വർഷത്തിന് ശേഷം ചിതറിപ്പോകും. എന്നിരുന്നാലും ടിൽമയ്ക്ക് ഇപ്പോൾ ഏകദേശം 500 വർഷം പഴക്കമുണ്ട്. അത് തികഞ്ഞ അവസ്ഥയിലാണ്. ചിത്രം തന്നെ മനുഷ്യ കൈകളാൽ വരച്ചതായി കാണുന്നില്ല. ബ്രഷ് അടയാളങ്ങളൊന്നുമില്ല. വർഷങ്ങളായി അത് മങ്ങാതെ സജീവമായി തുടരുന്നു. ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളാൽ ചിത്രത്തിൻ്റെ അടിസ്ഥാനമായ ഒരു സ്കെച്ച് കണ്ടെത്താൻ കഴിയുന്നില്ല. കന്യകയുടെ കണ്ണുകൾ മാഗ്നിഫിക്കേഷനിൽ പരിശോധിച്ചു. കൂടാതെ ബിഷപ്പ് മുട്ടുകുത്തി നിൽക്കുന്ന പ്രതിബിംബവും സമീപത്തുള്ള മറ്റു ചിലരും വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. 1921 ചിത്രത്തെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചു. അതേ ബലിപീഠത്തിൽ കട്ടിയുള്ള ഒരു മെഡൽ കുരിശ് വളച്ചെങ്കിലും ചിത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചില്ല. ഗ്വാഡലൂപ്പിലെ അവർ ലേഡിയുടെ പ്രതിച്ഛായയുടെ അത്ഭുതകരമായ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം മെക്സിക്കോയിലെയും ലോകമെമ്പാടുമുള്ള തദ്ദേശീയ ജനങ്ങളിലും അത് ചെലുത്തിയ ആത്മീയ സ്വാധീനമാണ്. സ്പാനിഷ് മിഷനറിമാരിൽ നിന്നുള്ള സുവിശേഷ സന്ദേശത്തിലേക്ക് അവർ തുറന്നിരിക്കുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് നാട്ടുകാരോട് ആശയവിനിമയം നടത്തുന്നതിനുള്ള അവളുടെ മാർഗമായിരുന്നു മാതാവ്. സ്വദേശിയും സ്പെയിൻകാരും ചേർന്ന് പ്രത്യക്ഷപ്പെട്ടത്. ചാപ്പൽ പണി കഴിയിപ്പിച്ച ബിഷപ്പിനെയും അവിടെ സേവനമനുഷ്ഠിച്ച വൈദികരെയും പ്രത്യേകിച്ച് നാട്ടുകാരനായ ജുവാൻ ഡിഗോയെയും വിശ്വസിക്കാം. അവർ പങ്കുവയ്ക്കേണ്ട സന്ദേശം സ്വർഗീയമായിരുന്നു. മിഷനറിമാർ മുമ്പ് കണ്ടിട്ടില്ലാത്ത വേഗതയിൽ അത്ഭുതങ്ങൾ പിന്തുടരുകയും മതപരിവർത്തനം നടത്തുകയും ചെയ്തു. സുശേഷകന്മാരിൽ ഏറ്റവും മഹത്തായ വ്യക്തിയാണെന്ന് നമ്മുടെ മാതാവ് തെളിയിച്ചു. സ്പെയിൻകാരുടെയും തദ്ദേശീയരുടെയും മിശ്രിതമായ അവളുടെ രൂപം സ്പെയിൻകാർക്ക് അവരുടെ പുതിയ അയൽക്കാരെ കുടുംബമായി പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള സന്ദേശം നൽകി. ഗ്വാഡലൂപ്പിലെ അവർ ലേഡിയുടെ ഈ ചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബസിലിക്ക ഇന്ന് അമേരിക്കയിലെ പ്രചോദനത്തിൻ്റെയും തീർത്ഥാടനത്തിൻ്റെയും ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിലൊന്നാണ്. അവൾ അമേരിക്കയുടെ രക്ഷാധികാരിയാണ്. പ്രത്യേകിച്ച് മെക്സിക്കോയിൽ ബഹുമാനിക്കപ്പെടുന്നു. ദൈവമാതാവിൻ്റെ ഈ വിശുദ്ധ പ്രത്യക്ഷതയെ നാം ആദരിക്കുമ്പോൾ വിശുദ്ധ ജുവാൻ ഡിഗോയയുടെ 500 വർഷം പഴക്കമുള്ള ടിൽമയുടെ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ ലളിതയും എളിമയുള്ള മനുഷ്യന് ദൈവം തൻ്റെ അമ്മയെ ഒരു മിഷനറിയായി അയച്ചു. അദ്ദേഹത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സന്ദേശം ഇന്ന് പ്രതിധ്വനിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട പരിശുദ്ധ മാതാവേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി, നിത്യകന്യകയും ഗ്വാഡലൂപ്പിലെ മാതാവും മധ്യ അമേരിക്കയിലെ ജനങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങളെ ഒരു എളിയ ക്രിസ്ത്യാനിയായി കാണാനും അവനെ ഒരു വിശുദ്ധ ദൗത്യം ഏൽപ്പിക്കാനും ഇടയാക്കി. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനുള്ള അവൻ്റെ സന്നദ്ധത എണ്ണമറ്റ ആളുകളുടെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അവർ ഇപ്പോൾ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ അവരുടെ നിത്യത ചെലവഴിക്കുന്നു. അങ്ങയുടെ ദിവ്യപുത്രനിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും അകന്നു പോകാതിരിക്കാനും അങ്ങയുടെ മാതൃമധ്യസ്ഥതയിൽ എപ്പോഴും ആശ്രയിക്കാനും ദയവായി എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഗ്വാഡലൂപ്പിലെ മാതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.